മുണ്ടക്കായ് ടൗൺഷിപ്പിന് വേണ്ടി ആദ്യം ഏറ്റെടുക്കുക ഒരു എസ്റ്റേറ്റ് മാത്രം. എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആയിരിക്കും ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുക. ഗുണഭോക്താക്കളുടെ എണ്ണം കണക്കാക്കിയാണ് തീരുമാനം. ഗുണഭോക്തൃ പട്ടിക എത്രയും പെട്ടെന്ന് അന്തിമമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി. സൈഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി. സൈഫ്, എന്താണ് സർക്കാർ തീരുമാനത്തിന്റെ വിശദാംശം? നിഷാദ്, വയനാട് പുനരധിവാസം വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ മാസം തന്നെ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കും എന്നുള്ളതായിരുന്നു തീരുമാനം. 2 ടൗൺഷിപ്പുകൾ നെടുമ്പാല അതുപോലെ തന്നെ എൽസ്റ്റോൺ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ റോഡ് ഗതാഗതം അതുപോലെ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്നത് എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആണ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ എണ്ണം കണക്കാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉള്ള ഗുണഭോക്താക്കളുടെ പട്ടിക അത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ തന്നെ വീടുകൾ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഗുണഭോക്താക്കളുടെ പട്ടിക പൂർത്തിയാക്കി എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുണ്ട്. അടുത്ത മാസം മാർച്ച് മാസത്തിൽ തന്നെ ഇതിന്റെ തറക്കല്ലിടൽ പൂർത്തിയാക്കുകയും ചെയ്യും. 58 ഹെക്ടർ സ്ഥലമാണ് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഉള്ളത്. അത് 5 സെന്റ് വീതം ഒരു യൂണിറ്റാക്കി തിരിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നില്ല, എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമാണ് ഏറ്റെടുക്കുന്നത്. അത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും. നിഷാദ്, ശരി.